പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്തോത്രം ചെയ്യുക എന്നുള്ളതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് സ്തോത്രം ചെയ്യുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ദൈവങ്ങളെ, നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും വലിയ പ്രാധാന്യമുണ്ട്. ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, പലപ്പോഴായിട്ട് അപ്പോസ്തലന്മാർ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയമാണ്, എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ. ഇവിടെ പറയുകയാണ്, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവിൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1 തെസ്സലോനിയർ 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ദൈവമക്കളെ, അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവ ഇഷ്ടം എന്ന് വെച്ചാൽ സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്യമാണ്, സ്തോത്രം ചെയ്യുമ്പോൾ അത് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാളും ദൈവത്തിന് ഇമ്പകരമായ, ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി തീരുകയാണ്. ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അധരഫലം എന്ന സ്തോത്രയാഗം നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇടവിടാതെ അർപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മൾ പലപ്പോഴും വെറുതെയുള്ള വാക്കുകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആ സമയം നമുക്ക് അധരഫലം എന്ന സ്തോത്രയാഗം ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.